ഹലോ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളൊരു സാലിക്കുട്ടി പറഞ്ഞേ ചെറിയൊരു സംഭവം ഉണ്ടാക്കി തരാ. അതെന്താന്ന് വെച്ചാല് മാഗി വാങ്ങിട്ട് വരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കി തരാം. സാധാരണ ഉള്ള മാഗി അല്ല, വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാൻ ഇന്ന് കടയ്ക്ക് പോയപ്പോൾ ഒരു 30 രൂപേൻ്റെ 3 മാഗി വാങ്ങി. എന്നിട്ട് നേരെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഈ അടുക്കളയിൽ എന്താ ഈ പരിപാടി ചെയ്യണമെന്ന് അറിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുക്കളയ്ക്ക് ഒന്ന് പോയി നോക്കാം. സ്പെഷ്യലാന്ന് പറഞ്ഞ് ആ സ്പെഷ്യൽ എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കട്ടാ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ പറയുക, ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ അപ്പോൾ സാലിക്കുട്ടിയുടെ അടുത്ത് ചോദിക്കാം, എന്താണ് അപ്പം ഇന്നത്തെ പരിപാടി? മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മാഗിയാ? അല്ല, ഞാനിത് ഇൻസ്റ്റഗ്രാമില് കണ്ടത്. എന്താണ് എന്ത് മാഗി അതിന്റെ പേര്? കൊറിയാൻഡർ ലെമൺ മാഗി. കൊറിയൻ ലെമൺ മാഗി. കൊറിയാൻഡർ മല്ലിച്ചപ്പും നാരങ്ങയും. കൊറിയാൻഡർ ഞാൻ കൊറിയൻ വിചാരിച്ചേ. കൊറിയന്റെ അവിടെ നിന്നുള്ള സ്പെഷ്യൽ അങ്ങനത്തെ വിഭാഗം കൊറിയൻ മാഗി. വൈറൽ കൊറിയാൻഡർ ലെമൺ മാഗി. അതെ. അപ്പൊ സാധാരണ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മാഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വട്ടം ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. നല്ല സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ സാധാരണ മാഗി നിങ്ങളുടെ ഒരു നല്ല ടേസ്റ്റ് ഉള്ള കാരണം നിങ്ങൾക്ക് കൂടി ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പരിപാടിയിലോട്ട് പോയാലോ? ഇപ്പൊ എന്താ ചെയ്തിട്ടുള്ളത്? അതിന് വേണ്ടിട്ട് മാഗി മാത്രം വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. മാഗി മാത്രം. ഇനി നമ്മള് സെപ്പറേറ്റ് മസാല ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു തരാം. സബോള ഒക്കെ ചെറുതായിട്ട് അരിയണം. ഒന്ന്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഇവിടെ കുത്തുമുളക് വേണം. കുത്തുമുളക് ഇല്ല, അപ്പൊ നമ്മള് ഒന്ന് മുളക് പൊടിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. കുത്തുമുളക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാല് മറ്റേ ചുവന്ന മുളക് അല്ലേ? നമ്മളെ കണ്ണേറിനൊക്കെ ചുറ്റിയിരുന്ന സാധനം ഇല്ലേ, ചുവന്ന മുളക്? അത് ആണ് വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ. ഇനിയിപ്പോ എന്താ പരിപാടി? പരിപാടി എന്താ? ഇനി നമ്മളിത് മിക്സ് പരിപാടി ഇവിടെ തുടങ്ങാൻ പോവാണ്. ചട്ടി ചൂടായ ശേഷം ആദ്യം ഓയിൽ ഒഴിക്കുക. ഇതില് വന്നിട്ട് ശരിക്കും ഇങ്ങനെയല്ല അവരുണ്ടാക്കുന്ന. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച വെളുത്തുള്ളി, സബോള അതൊക്കെ ഒരു ബൗളിലാക്കിയിട്ട് അതിൽ ഈ ചൂടെണ്ണ മിക്സ് ആക്കാണ്. പക്ഷെ നമ്മള് ഈ ചൂടെണ്ണ ഒഴിക്കുമ്പോ വെളുത്തുള്ളി കടിക്കുമ്പോ അതിന്റെ ജാതി ചോയ. അപ്പൊ ഞാൻ വെളുത്തുള്ളി മാത്രം ആദ്യം ഫ്രൈ ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ വെറുതെ മിക്സ് ആക്കാന്ന് വിചാരിച്ചു. ഈ ഒരു പാത്രത്തിൽ മിക്സ് ആക്കാൻ വിചാരിച്ചു. അപ്പൊ ഇത് ആ മാഗിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മസാലയല്ലേ? അതൊക്കെ നമ്മളിവിടെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ സമയത്തിന് ധൃതി പിടിക്കണ്ട വെച്ചിട്ട് അല്ലേ ഇവിടെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ആദ്യം പൊട്ടിയിട്ടുണ്ട്. എന്താണ്? വെളുത്തുള്ളി അത് ഫ്രൈ ആവട്ടെ കുറച്ചെങ്കിലും, കുറച്ചൊക്കെ മതി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ച കുത്തു അല്ലേ? ഒരു ജാതി ഫ്രൈ. ഇവിടെ മാഗിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം കണ്ടില്ലേ? സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആ ടേസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. കാരണം എനിക്കൊരു വട്ടം വെച്ച് തന്നപ്പോൾ ഒരു ലെമണൊക്കെ ഒഴിക്കില്ലേ? ലെമൺ ഫ്ലേവർ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്. അപ്പോഴാണ് ഇന്ന് മാഗി ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് വന്നേട്ടാ. അപ്പോൾ എന്താ പറയാ, ഇനിയിപ്പോ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആയി വരട്ടെ. വെളുത്തുള്ളി ആയി വന്നിട്ട് സവാള ഇടുവോ? ഇത് വെളുത്തുള്ളി ആയാലും പിന്നെ നമ്മൾ ഓഫാക്കും. അപ്പൊ കളറൊക്കെ മതിയാവൂല്ലേ? വെളുത്തുള്ളി നന്നായിട്ട് എന്താ വയറ്റി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അത് മതി, അതെടുക്കുന്നു. ഓക്കെ. ഒരു കാര്യം നമ്മളെ മറന്നല്ല, എന്താണ് കുത്തുമുളക് വെറുതെ ഇട്ട് തന്നെയാ. പക്ഷെ അതും ഇല്ല, പച്ചമുളകും ഇല്ല. അപ്പൊ നമ്മള് മുളക് പൊടിയിൽ ഇപ്രാവശ്യം കളർഫുൾ ആക്കാന്ന് വിചാരിച്ചു. അതെ. അപ്പൊ അത് ഓഫ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മള് ഇത് കരിയാൻ പാടില്ല. ഞാൻ ഇളക്കി തരണോ? ഇനി ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതില് ഇത് ഓഫ് ആക്കിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ചൂട്ടില് ഇതായാൽ മതി അല്ലേ? ശരിക്കും ചൂട് എണ്ണ ഇതിൽ ഒഴിക്കണം എന്നാണ്. അതെ. അപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ മാഗി നിങ്ങളെ പുതിയതായി ഈ മോഡലൊന്നും ഉണ്ടാക്കാൻ നോക്കിട്ടോ. സാധാരണ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക? വെള്ളം ചൂടായി വരുമ്പോ
അതിൽ മസാല കൂട്ടും, അതിൽ മാഗി ഇടും, വേണമെങ്കിൽ ഒരു മുട്ടയും പൊട്ടിച്ചിടും. പക്ഷെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ സംഭവം എന്താ പറയാ, അടിപൊളി ടേസ്റ്റാ. മിയ ഞാൻ കഴിച്ചത് കൊണ്ട് പറയാൻ കേട്ടാ. നമുക്ക് മാഗി പൊടികളൊക്കെ മാഗി പൊടി ഇടാ. ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൊടി അല്ലേ? അത് 3 വാങ്ങിക്കുമ്പോ 3 കേട്ടോ, 4 ഉണ്ടല്ലോ. ഒരു പാക്കറ്റില് 2 വെച്ചിട്ടുണ്ടാവുക. 6 ഉണ്ടാവണ ഒന്ന് ഞാൻ മാറ്റി വെച്ചു. ഓ മൈ ഗോഡ്, കണ്ടില്ലേ, ഒന്ന് അപ്പോഴും മാറ്റി വെച്ചു. അപ്പൊ മസാലപ്പൊടിയൊക്കെ നമ്മളതിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം അല്ലേ? നമുക്ക് മിക്സ് ആക്കി കൊടുക്കാട്ടാ. പിന്നെ കുറച്ച് സോയാ സോസ് വെക്കണം. ഇതിൽ തന്നെ കുറച്ച് സോയാ സോസ് ഇട്ടാ. സോനയിലും കുഴപ്പമില്ല, നല്ല പുളി ഉണ്ടാവും. അങ്ങനെ നല്ല മണം വരുന്നുണ്ട് കേട്ടാ. പിന്നെ കുറച്ച് കച്ചപ്പും കൂടി വെച്ച് കൊടുക്കാം. ഇതതിലില്ല വീഡിയോയിലൊന്നും, ഞാൻ ഒഴിക്കുന്നു എക്സ്ട്രാ ആഡ് അല്ലേ? നമ്മുടെ പൊടിക്കൈകൾ വേണം ഇതിലില്ലേ. ഇപ്പൊ ഒറിജിനൽ വീഡിയോ ഉണ്ടാക്കിയവര് ശാലിക്കുട്ടിന്റെ വീഡിയോ കണ്ടിട്ട് സോയാ സോസ് ഒക്കെ ഇടുവോ അറിയില്ല. ഇനി മെയിൻ സാധനം ഇത് വേണം കേട്ടോ, എന്തില്ലെങ്കിലും ഇത് വേണം. മല്ലിച്ചപ്പ് കൊറിയാണ്ടർ. അതെ, അപ്പൊ മല്ലിച്ചപ്പ് ഇട്ടു, എല്ലാം ഇട്ടു. സോയാ സോസ്, തക്കാളി കച്ചപ്പ്, പിന്നെന്താ ഉള്ളി, വെളുത്തുള്ളി ആയതിനു ശേഷം അപ്പൊ ഇട്ടിട്ട് ഇപ്പൊ നല്ല മണം വരുന്നുട്ടാ. ഇതെന്താ ഉപ്പ് ഇട്ടു. മല്ലി ഇലയും കൂടി ഇട്ടപ്പോഴേ നല്ല മണം വരുന്നുണ്ട്. നിങ്ങക്ക് കാണുന്നുണ്ടോ? ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതിലേക്ക് തട്ടിട്ട് മിക്സ് ആക്കാം ഫുള്ള് മാഗിയിലിട്ടിട്ട്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് പൊട്ടാണ്ട് മിക്സ് ആക്കണം. ഏത് പൊട്ടാണ്ട്? ഈ മാഗികള് പൊട്ടാണ്ട്. ഓ ഇതിന് എന്തിപ്പോ അപ്പൊ മിക്സ് ആക്കാൻ പോകുന്നത് ഞാനാണ് കേട്ടാ. അതെന്താ അത് പൊട്ടാണ്ട് എന്തിനാ മിക്സ് ആക്കണേ? ഇല്ലെങ്കിൽ അത് ഒരുമാതിരി കുഴകുഴന്നാവൂലേ, അങ്ങനെ മറിച്ചിടത്. അപ്പൊ നമ്മള് ഇത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണ്ട, വേറെ ഒന്നുമില്ല. നിങ്ങള് വെള്ളത്തിലിട്ട് വേവിക്കണത് പോലത്തെ മെത്തേഡ് തന്നെ അല്ലേ? ജസ്റ്റ് വെളുത്തുള്ളിയും ഇത് നമ്മള് ആ മസാലന്റെ ഒപ്പം ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കില്ല. ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കട്ട പിടിച്ചിട്ട്. അതെ, അപ്പൊ നിങ്ങള് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ അത് എങ്ങനെ ഉണ്ട് എന്ന്. സംഭവം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചത്. സംഭവം ഇത് പറയുമ്പോഴൊക്കെ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടാ. എത്രയും പെട്ടെന്ന് ആയിട്ടേ കഴിക്കണ വീഡിയോ കാണാം നമുക്ക്. ഉമ്മ ഉണ്ട് കേട്ടോ, ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മക്ക് കൊടുക്കാം നമുക്ക്. ഉമ്മയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉമ്മയെ പറഞ്ഞാലേ ആദ്യം പറഞ്ഞ മാഗി ഉണ്ടാക്കുമെന്ന്. അതുപോലെ ഇന്നലെ നമ്മള് എന്താ ഉണ്ടാക്കിയത്, മറ്റേ മസാലപ്പൂരി ഉണ്ടാക്കിയിരുന്നു. സാലിക്കുട്ടി എന്നിട്ട് ഉണ്ടാക്കുന്നേ. അപ്പൊ ഉമ്മക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഉമ്മ പറഞ്ഞു അത് ഉണ്ടാക്കുമോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാന് ഇത് വാങ്ങിയിട്ട് വന്ന കാരണം ഇനിയിപ്പോ അത് ഉണ്ടാക്കുന്നില്ല. മസാലപ്പൂരി മസാലപ്പൂരി ശരിക്കും കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നും കൂടി വീഡിയോ കാണിച്ചു തരാട്ടെ എങ്ങനെ അത് വീട്ടിലുണ്ടാക്കാന്ന്. എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു, എന്നാലും അറിയാത്തവർക്ക് കാണിച്ചു തരാട്ടാ. അപ്പൊ ഞാൻ പറയാൻ എന്താ അറിയോ, നമ്മൾ പള്ളത്ത് ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളുടെ എല്ലാവരും ബർക്കത്ത് കൊണ്ട് നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചാനലാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പള്ളത്ത് ഫാമിലി വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ. മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സന്തോഷമാണ് നമ്മളുടെ വിജയം. അപ്പൊ നമുക്ക് അടുത്തത് നാരങ്ങ പരിപാടിയാണ് കേട്ടാ. നാരങ്ങ നല്ല പോലെ മുറിക്കുന്നതിന് മുമ്പ് ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ജ്യൂസ് പോലെയാവും. അപ്പൊ നമുക്ക് പിഴിയാൻ ഈസി ആയിരിക്കും. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് നാരങ്ങ. അതെ, നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് നാരങ്ങ നീര് മൊത്തം കുരു വേണ്ട, കുരു കളയാതിരിക്കാം, കടിക്കാൻ കിട്ടും, കഴിക്കൂലേ. സൈഡിലാക്കല്ലേ. അപ്പൊ ഒരു നാരങ്ങയാണോ അതോ എത്ര? ഒരു നാരങ്ങ അത്യാവശ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു നാരങ്ങ ഫുൾ എടുത്ത്. കുരു പറഞ്ഞ എടുക്കാം.
കുരു വീണെന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കി എന്താ ചെയ്യാ, പിഴിഞ്ഞ് കൊടുക്കണത് നമ്മള് കണ്ട, പക്ഷെ ഒരു കുരു വീണതിന് ഇവിടെ അടി ഉണ്ടാക്കിയതാണ് അവസ്ഥ. അടി ഉണ്ടാക്കിയതല്ലേ, അത് കടിക്കാൻ കിട്ടുമ്പോ ഒരു ജാതി പോലെ ഉണ്ടാവില്ലേ. അത് ഹെൽപ്പ് ആക്കാന്ന് പറഞ്ഞിട്ട് നാരങ്ങ പിഴിയാൻ വന്ന അവസ്ഥയാണ് അത്. ഇറ്റ് ഈസ് ഓക്കെ. മതി. ആരെയോ കമന്റ് ഇട്ടിരിക്കുന്നു, നട്ടലില്ലാത്ത മൂന്ന്. ഏത് വീഡിയോ നമ്മൾ ഇന്നിട്ട്? മുൻപത്തെ വീഡിയോ ഇതിനെല്ലായിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും മതിയോ? നാരങ്ങ മതിയോ? അപ്പൊ ഇൻഷാ അല്ലാ സംഭവം റെഡി. സംഭവം റെഡി അല്ലേ? നമുക്ക് പറയും. സംഭവം റെഡി. സംഭവം ഇങ്ങനെയേ ഇല്ല, എന്താണ് കുത്തുമുളക് വേണം, അതിന് വരും മുളക് പൊടി ഇട്ട കാരനാണ് ഈ കളർ, ഇല്ലെങ്കിൽ ഒരു വളാമിച്ചിട്ടുള്ള കളർ തന്നെ ഉണ്ടാവുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ പിന്നെ ഉപ്പാക്ക് കൊടുത്തിട്ടും ഉമ്മാക്ക് കൊടുത്തിട്ടും ടേസ്റ്റ് ചോദിച്ചു നോക്കാം അല്ലെ? എന്നാ പിന്നെ ഒരു പ്ലേറ്റ് കിട്ടോ. അപ്പൊ ഇതാണ് സംഭവം, വലിയ പണിയൊന്നുമില്ല. സാധാരണ വെള്ളത്തിലിട്ടിട്ട് എന്താ പറയാ മസാല ഇട്ടിട്ട് അതിങ്ങനെ ആക്കി എടുക്കുന്നതിനെ കാട്ടി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവോള, കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാം. എന്തായാലും ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തു നോക്കിട്ടേ നമുക്ക് ചോദിക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നിട്ടാ. പാത്രത്തിലോട്ട് വിളുന്ന രംഗങ്ങളാണ് രംഗങ്ങൾ. ഇതില് സാലിക്കുട്ടി വിളമ്പുമ്പോ കുറച്ച് കുറയാനും കുറച്ച് കൂടാനും ചാൻസ് ഉണ്ട്. സാലിക്കുട്ടിയുടെ പ്ലേറ്റിലേക്ക് കുറച്ച് കൂടും. അങ്ങനെയൊന്നുമില്ല, ഇട്ടെടുക്കും ഒരേപോലെ, എന്നിട്ട് വേവിച്ചെടുക്കും. ഉമ്മയപ്പം കഴിച്ചിട്ട് എന്താ പറയണ നോക്കാം അല്ലേ? മാഷാ അല്ലാ. കണ്ടോട്ടാ, ഈ പ്ലേറ്റില് മാത്രം ചിലപ്പോ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, അതില് മാത്രമേ കൂടുതലുള്ളൂ, അത് കണ്ടാ മനസ്സിലാവും. അത് ഷെബിക്കാക്കുന്ന പറഞ്ഞു, പിന്നെ കൂടുതൽ എനിക്ക് ഉമ്മാക്കും ഉപ്പാവും കുറവ്. ഇല്ല ഇവിടെ മല, കുട്ടിയുടെ പേര് മല. കുട്ടിയുടെ പേര് മല. ശരി ഇൻഷാ അല്ലാ. എന്താ വിശേഷവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? കഴിക്കട്ടെ. അല്ലാട്ടോ, ആള് കുക്ക് ചെയ്യുമ്പോഴേ ആളുടെ സാലിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങിയത് തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മക്കും കൂടി ഒന്ന് ഉണ്ടാക്കി തായോന്ന്. അങ്ങനെയാണ് സത്യത്തില് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സാലിക്കുട്ടി കൂടുതൽ കഴിക്കട്ടെ. എന്താ വെച്ചാല് അവർക്കല്ലേ കഴിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ അവർക്കല്ലേ വന്നത്, അതുകൊണ്ടല്ലേ നമ്മള് വാങ്ങിച്ചു കൊടുത്തേ. അല്ല അത് വേണ്ട, അത് വേണ്ട. അത് എടുത്തോ, എന്റെ എടുത്തോ, എനിക്ക് ഇത്ര വേണ്ട. അപ്പൊ നമുക്ക് ഉമ്മാനത്ത് ഉപ്പാനത്ത് പോയി ചോദിച്ചാലോ? കാമോൺ. അപ്പൊ മാഗി പാത്രം പഠിച്ചിട്ട് സാലിക്കുട്ടി വരുന്നുണ്ട്. കൊടുക്കല്ലേ? ആണോ? രണ്ടാൾ ഇവിടെ ഉണ്ട്. ടേസ്റ്റ് നോക്കിട്ട് പറയണോ? അതാ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മ ടേസ്റ്റ് നോക്കിട്ട് പറയുമ്മ. അതുകൂടി എങ്ങനെയുണ്ട്? ഇതിന്റെ പേരാണ്, ഞാൻ പറഞ്ഞുതരും പക്ഷെ അതുപോലെ പറയണം. കൊറിയാൻഡർ ലെമൺ മാഗി. കൊറിയാൻഡർ ലെമൺ മാഗി. അമ്മ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു കൊറിയാൻഡർ ലെമൺ മാഗി. ഉമ്മ പറഞ്ഞിട്ടാ. അപ്പൊ കൺഗ്രാജുലേഷൻസ്. അതൊക്കെ പോട്ടെ, സാധനം എങ്ങനെയുണ്ട്? പൊളിച്ചാ? ടേസ്റ്റ് ഉണ്ട്? ഉപ്പും മുളകൊക്കെ ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അതൊരു പ്രത്യേകമാണല്ലോ. നല്ല മണവും ഒക്കെ ഇല്ല. അതിനുണ്ട്പ്പാ, സൂപ്പറായിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേക നമ്മള് സാധാരണ നൂഡിൽസ് പോലെ ഇല്ല, ഒരു മണമൊക്കെ. ഇത് വേറെ മണമുണ്ട്, പുളി, ഒരു പുളി. എന്തായാലും നല്ല. അപ്പൊ ഇതിന്റെ ഗുട്ടൻസ് അറിയണമെന്നുണ്ടെങ്കിലേ നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട് നാളെ, അപ്പൊ അത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്കും ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ ചെയ്ത് നോക്കുക, വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തു നോക്കുക. സാലിക്കുട്ടി ചെയ്യൂട്ടാ, സൂപ്പർ ആയിട്ടൊക്കെ ചെയ്യും. എന്തുണ്ടാക്കി തന്നാലും നല്ല അടിപൊളി ടേസ്റ്റാ എന്ന് പറയാൻ പറഞ്ഞു. അല്ലല്ല, ഇന്നലെ ഉണ്ടാക്കിയ മസാലപുരി, അത് നല്ല ടേസ്റ്റ് അല്ലേ മസാലപുരി? അപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു.
വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് നല്ല ടേസ്റ്റ് നിന്നു. അത് കുറച്ച് അടിപൊളിയായിരുന്നു. ആണോ? അത് ഉണ്ടാക്കാം. അടുത്ത വീഡിയോ അതായിരിക്കും. അതെ, അടുത്ത വീഡിയോ കൂടി അത് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. സാലിക്കുട്ടിനെ ആലോചിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. അതെ, അപ്പൊ നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ഉമ്മയും മോനും കൂടിയിട്ടാണ് ചെയ്ത് കഷ്ടപ്പെട്ട് പാവ ഉണ്ടാക്കി തന്നത്. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ.